ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ദുബായിലെത്തിയത്, ദുബായിൽ എങ്ങനെയാണ് പെട്ടെന്നൊരു ജോലി കണ്ടുപിടിച്ചത്, എനിക്ക് അതിന് മാത്രം എന്തുമാത്രം എക്സ്പെൻസ് ആയി, അതുപോലെ തന്നെ എൻ്റെ അക്കോമഡേഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ആരുടെ സഹായമില്ല ദുബായിലെത്താം, ഒരു ജോലി കണ്ടെത്താം, പിന്നെ നിങ്ങളുടെ താമസ സൗകര്യങ്ങൾ റെഡിയാക്കാം, ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളോടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിക്കുക. അപ്പോൾ ഞാൻ ദുബായിൽ എത്തുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വിസിറ്റിംഗ് വിസ എടുത്താണ് ഞാൻ ദുബായിൽ വരുന്നത്. ദുബായിൽ വിസിറ്റിംഗ് വിസ എടുത്ത് ഏകദേശം നമുക്കൊരു 3 ദിവസത്തെ താമസമുള്ളൂ വിസിറ്റിംഗ് വിസ കിട്ടാൻ. അപ്പോൾ നിങ്ങളുടെ പ്രൂഫ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഏതെങ്കിലും ഒരു വിസ എടുക്കുന്ന ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 3 ദിവസത്തിനുള്ള വിസ കിട്ടും. പിന്നെ ടിക്കറ്റ് ഞാനെടുത്ത് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിൻ്റെയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് എമർജൻസി ആയിട്ട് എടുത്തുകൊണ്ട് നല്ല റേറ്റ് ഏകദേശം 25,000 ആയി. അപ്പോൾ ടിക്കറ്റും എനിക്ക് വിസയ്ക്ക് 12, ടിക്കറ്റിന് 25 രൂപയായി. കൂടാതെ പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പർച്ചേസ് ചെയ്ത് ഇങ്ങോട്ട് വരാനുള്ള ഡ്രസ്സ് കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് എല്ലാം കൂടെ ഏകദേശം നമുക്കൊരു രൂപ അടുത്ത് നമുക്ക് എക്സ്പെൻസ് വരും. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. പിന്നെ ഞാൻ അങ്ങനെ ഇവിടെ കയറി വന്നത്. പിന്നെ എൻ്റെ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു നെയ്ബറി ആയിട്ടാണ് എനിക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തത്, നമ്മുടെ നാട്ടിലുള്ളതാണ്. അപ്പോൾ എനിക്ക് അക്കോമഡേഷൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് ഇവിടെ കയറി വന്നത്. കാരണം എനിക്ക് ഇങ്ങോട്ട് വരാൻ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം അവിടെ എയർപോർട്ടിൽ വന്നപ്പോൾ ടാക്സി എല്ലാം ഓൾറെഡി ആ ചേട്ടൻ അറേഞ്ച് ചെയ്തിരുന്നു. അതുകൊണ്ട് എനിക്ക് റൂമിൽ വരാനോ എനിക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഇവിടെ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഒരുപാട് കമ്പനികൾ ഡയറക്റ്റായിട്ട് എൻ്റെ റെസ്യൂമേ കൊടുത്തു. റെസ്യൂമേ കൊടുക്കുമ്പോൾ നമ്മൾ ATS റെസ്യൂമേ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കണം. പ്ലസ് അതിനകത്ത് കുറച്ച് കീവേഡ്സ് ആഡ് ചെയ്യണം. കാരണം ഓൺലൈൻ വെരിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവർ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്, നമുക്ക് എന്തറിയാമെന്നുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ കീവേഡ്സ് കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. അപ്പോൾ ATS റെസ്യൂമേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. കുറച്ച് കോപ്പിയെല്ലാം എടുത്ത് നിങ്ങളുടെ കൈ വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ വന്ന് ഓരോ കമ്പനികളിലും ഡയറക്റ്റ് പോയി കൊടുത്തു. എൻ്റെ സുഹൃത്തുക്കൾ വഴിയായിട്ട് കൊടുത്തു. പിന്നെ നമുക്കറിയാവുന്ന ചേട്ടന്മാർ വഴിയായിട്ടൊക്കെ ഞാൻ ഒരുപാട് CV സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഓൾറെഡി തന്നെ നമുക്കറിയാവുന്ന നമ്മുടെ പള്ളിയിലുള്ളൊരു ജോമൻ ചേട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സുഹൃത്ത് എൻ്റെ കൂടെ പഠിച്ച സ്റ്റെബിന്, പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് കുറച്ച് പേര് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർ വഴിയായിട്ടൊക്കെ എൻ്റെ CV സെൻഡ് ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കസിൻ റിലേറ്റീവ് ലിജോ ചേട്ടനാണ് എനിക്ക് ഇവിടെ ഒരു ജോലിയുടെ എനിക്കൊരു ഫോർവേഡ് ചെയ്ത് തന്നത്, അതായത് വേക്കൻസിൻ്റെ എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നത്. ഞാനങ്ങനെ അവർക്ക് എൻ്റെ മെയിൽ വഴിയായിട്ട് ഞാൻ അവർക്ക് എൻ്റെ റെസ്യൂമേ അയച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സെലക്ട് ആയി. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഓൾറെഡി എനിക്ക് രണ്ട് ഇൻ്റർവ്യൂ ആയിരുന്നു അവിടെ. അതായത് ആദ്യമേ എന്നെ വിളിച്ചിട്ട് എനിക്ക് ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂ ആണ്. അങ്ങനെ 2 ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. നല്ല ടഫായിരുന്നു ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഓഫർ ലെറ്ററിൻ്റെ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ എനിക്കിവിടെ ജോലി കിട്ടിയത്. അപ്പം ഇവിടെ നിങ്ങൾ പുതിയതായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വിസ എടുക്കാൻ ഈ സെയിം എല്ലാവർക്കും ഏകദേശം ഈ റേറ്റേ വരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് മറ്റ് ചിലവാണ്, പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചിലവ്, അതൊക്കെ അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ റൂം സെറ്റാക്കാൻ വേണ്ടി ആരും നിങ്ങൾക്ക് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് റൂം സെറ്റാക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ എൻ്റെ ഒരു വാട്സപ്പ് നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്തിരിക്കാം. കാരണം നിങ്ങൾ അതിലായിട്ട് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ റൂം ബുക്ക് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. കാരണം 400 രൂപ മുതൽ ഏകദേശം ഒരു 1,800 രൂപ 2,600 രൂപ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള റൂംസ് അതിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കമ്പനികളിൽ നേരിട്ട് പോയി നിങ്ങൾക്ക് റെസ്യൂമേ കൊടുക്കാം. റെസ്യൂമേ കൊടുത്ത് നിങ്ങൾക്ക് അവർ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനുള്ള ഒരു ഇത് ക്രൈറ്റീരിയ നിങ്ങൾക്ക് ചെയ്തു തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഓൾറെഡി സുഹൃത്തുക്കളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അവർ വഴിയായിട്ട് ഇവിടെ കുറേ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്, അതുവഴിയായിട്ട് നിങ്ങൾക്ക് നേരിട്ട് റെസ്യൂമേ അയക്കാവുന്നതാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിനുള്ള കോൾ ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഏത് കമ്പനിയിലാണ് നിങ്ങൾ പോകുന്നത് ആ കമ്പനിയെക്കുറിച്ച് ബ്രീഫായിട്ടൊന്ന് പഠിച്ചു വെക്കുക. അവിടെ പ്രൊഡക്ഷൻ ആണോ, സെല്ലിംഗ് ആണോ, അല്ലെങ്കിൽ മാനുഫാക്ചറിങ്, എന്താണെങ്കിലും ആ കമ്പനിയെ പറ്റിച്ചൊരു ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ഏത് ക്വാളിഫിക്കേഷനാണ് നിങ്ങളുള്ളത്, അതനുസരിച്ചുള്ള കാര്യങ്ങളും കൂടെ പഠിച്ചു വെക്കുക. ഇൻ്റർവ്യൂവിന് മെയിനായിട്ട് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, ഈ 2 ലാംഗ്വേജിൽ ഏതിലൊന്നായിരിക്കും ഇവിടെ ഇൻ്റർവ്യൂ നടത്തുന്നത്. അത്യാവശ്യം നിങ്ങൾക്ക് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ ട്രാവൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് വരുമ്പം തന്നെ നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്നൊരു സിമ്മ് ലഭിക്കുന്നതായിരിക്കും, ഒരു ടെമ്പററി ആയിട്ടൊരു സിമ്മ് ലഭിക്കും. അത് നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാം. അത് റീചാർജ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ID ആയതിനു ശേഷം നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ, ഇവിടെ ടാക്സി അവൈലബിൾ ആണ്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് എങ്ങോട്ടാണോ
ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകേണ്ടത്. അവിടേക്ക് നിങ്ങൾക്ക് ലൊക്കേഷൻ അവരെ കാണിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് ആ ലൊക്കേഷനിൽ കൊണ്ട് നിങ്ങളെ വിടും. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് പോകാനോ യാത്രയ്ക്കോ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇവിടില്ല. പിന്നെ നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഫുഡ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഓരോ ഹോട്ടലിലും മെസ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ആരോട് ചോദിച്ചാൽ അത് പറഞ്ഞുതരും. മെസ്സ് അവൈലബിൾ ഉള്ള ഹോട്ടൽസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. അങ്ങനെ നിങ്ങൾക്ക് അവിടെ പോയാൽ 350 മുതൽ 600 വരെ ഏകദേശം ബഡ്ജറ്റ് വരുന്നുണ്ട്. അത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള മെസ്സുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ ചില ബെഡ് സ്പേസ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പം നിങ്ങളത് എന്ത് വേണം അത് നിങ്ങളുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും, നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിരിക്കും. അപ്പം നിങ്ങൾക്ക് ദുബായ് വരുന്നതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഇവിടെ ഒരുപാട് മലയാളികളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ജോലി കണ്ടെത്താനും നമുക്ക് പറ്റും. അതുകൊണ്ട് ഇവിടെ ഒരുപാട് കമ്പനികളുണ്ട്, ഒരുപാട് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കമ്പനികളുടെ വേക്കൻസികൾ വരുന്ന അനുസരിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതി ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതല്ല. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക. ഞാൻ എന്നാലാവുന്ന ഹെൽപ്പുകളും അതായത് എന്നാലാവുന്ന അറിവുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജോലി അന്വേഷിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക്